ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശുക്രൻ്റെ മകര രാശി സ്ഥിതിയെക്കുറിച്ചാണ്. ശുക്രൻ തൻ്റെ ബന്ധുക്ഷേത്രമായ മകരം രാശി, അതായത് ശനിയും ശുക്രനും തമ്മിൽ പരസ്പരം ബന്ധുക്കളാണ്. അങ്ങനെയുള്ള ഈ ദിവസങ്ങൾ, അതായത് 2024 ഡിസംബർ മാസം 2-ാം തീയതി മുതൽ 28-ാം തീയതി വരെയാണ് ശുക്രൻ മകരം രാശി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള ഈ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3-4 പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥിതിയാണ് ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് ഈ തുലാം രാശിക്കാർക്ക് വന്നു ചേരുക. അതായത് അപ്രതീക്ഷിതമായ ധനാഗമനയോഗവും തൊഴിൽ പുരോഗതിയും വരും. രാശ്യാധിപൻ എപ്പോഴും വളരെ അനുഗ്രഹം ചൊരിയുന്ന ഒരു ഗ്രഹമാണ് ഏത് രാശി. ശുക്രനെ സംബന്ധിക്കുന്നിടത്തോളം അനുഗ്രഹം ചൊരിയുന്ന ഒരു പ്രബല ഗ്രഹവും ആകയാൽ ഈ സമയം തുലാം രാശിക്കാർക്ക് വളരെ നല്ലതാണ്. രാശ്യാധിപനായിരിക്കുന്ന ആ ശുക്രൻ തൻ്റെ സുഖസ്ഥാനത്ത് സ്ഥിതി ചെയ്യും. അങ്ങനെയുള്ള ഈ ശുക്രനെ വ്യാഴം ദൃഷ്ടി ചെയ്യുക കൂടി ചെയ്യുന്നത് കൊണ്ട് ദൈവാധീനം മറഞ്ഞു നിൽക്കുന്ന ഈ സമയമാണ് എങ്കിൽ പോലും, അതെ, തുലാം രാശിക്കാർക്ക് അഷ്ടമത്തിൽ ഗോചരാൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണല്ലോ. എങ്കിലും രാശ്യാധിപനെ ആ വ്യാഴം ദൃഷ്ടി ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവാധീനം വർദ്ധിക്കുകയാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, ദേഹസ്യ സൗഷ്ടവും സ്വാസ്ഥ്യം, സ്ഥിതി, ശ്രേയസ്, യശസ്, സുഖം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം നല്ല വിജയങ്ങൾ വന്നു ചെയ്യും. ആരോഗ്യം മെച്ചപ്പെടും. ഏതെങ്കിലും രോഗാവസ്ഥയിലൊക്കെ പെട്ടുകിടക്കുന്നവർ, വിഷമിക്കുന്നവർ, പ്രായമായവരായാലും കൊച്ചുകുട്ടികളായാലും മധ്യവയസ്കരായാലും അത് സ്ത്രീ പുരുഷ ഭേദമന്യേ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ സ്നേഹമൊക്കെ കിട്ടുന്നതിന് യോഗമുണ്ട്. പുതിയ വാഹനം വന്നു ചേരുവാൻ യോഗമുണ്ട്. വാഹനകാരകൻ കൂടിയാണ് ശുക്രൻ. അത് വാഹന ഭാവത്തിൽ അനുഗ്രഹത്തോടുകൂടി, ദൈവാനുഗ്രഹത്തോടു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ വാഹനം വന്നു ചേരുന്നതിനോ അല്ലെങ്കിൽ പുതിയ ഗൃഹം വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനും ഒക്കെ യോഗമുണ്ട്. കലയുടെ കാരകനാണ് ശുക്രൻ. ആ ശുക്രൻ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് തൊഴിൽ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഈ സമയം തുലാം രാശിക്കാരായിരിക്കുന്നവർ കലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഭാഗങ്ങളുടെ ആഭ്യന്തര വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് എങ്കിൽ പോലും അവർക്ക് ചില വിജയങ്ങൾ വന്നിച്ച്, അതായത് തൊഴിൽ സ്ഥാനമായ കർക്കിടകം രാശിയിൽ ഇപ്പോൾ ധനസ്ഥാനാധിപൻ സ്ഥിതി ചെയ്യും. നിവൃത്തിസ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടിയുള്ള ചൊവ്വ നീചനാണ് എങ്കിലും അവിടെ സ്ഥിതി ചെയ്യുമ്പോൾ ആ ചൊവ്വയെ ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നു. അത് കുജ ശുക്ര ബന്ധമാണ്. മെഡിക്കൽ രംഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അത് പ്രത്യേകിച്ച് വൻ നേട്ടങ്ങൾ ഉണ്ടാകും. പരീക്ഷകൾ എഴുതുന്നവർക്ക് ഉയർന്ന സ്കോർ ചെയ്യുവാൻ സാധിക്കും. സ്പോർട്സ് രംഗത്ത് നിൽക്കുന്നവർക്കും അപ്രകാരം തന്നെ വിജയങ്ങളിൽ എത്തിച്ചേരും. കാരണം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ പൂർണ്ണദൃഷ്ടിയിൽ നിൽക്കുന്ന ശുക്രനൻ, രാശ്യാധിപൻ കൂടിയായ ആ ശുക്രനാണ് തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയെ ദൃഷ്ടി ചെയ്യുന്നത്. അപ്രതീക്ഷിതമായ ധനാഗമന യോഗം, ഭൂമി സംബന്ധമായിട്ടുള്ള കടങ്ങൾ വീടുക, പുതിയ ഭൂമി വന്നു ചേരുക, അത് ഓരോ കാര്യങ്ങളും അവരവർ ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് വിജയങ്ങൾ വന്നു ചേരുക. ഭൂമി വാങ്ങിക്കണമെന്ന് ഒരാൾ വിചാരിക്കുമ്പോൾ വേറൊരാൾ വിചാരിക്കുന്നത് വാഹനം വാങ്ങണം എന്നായിരിക്കും. അപ്പോൾ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുകയില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യങ്ങളിൽ അത് സാധിക്കും. അത് കലാകാരന്മാർക്ക് കലാരംഗവുമായി ബന്ധപ്പെട്ട്, ബിസിനസ്സുകാർക്ക് ബിസിനസ് രംഗവുമായി ബന്ധപ്പെട്ട്, വാഹന കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നവർക്ക്, വാഹന സംബന്ധമായിട്ട് തൊഴിലുകളൊക്കെ ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് മെക്കാനിക്കൽ വിഭാഗത്തിലോ അല്ലെങ്കിൽ ഒരു ടാക്സി ഓടിക്കുക, ഓട്ടോറിക്ഷ ഓടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നവർ, പാചകകല, അതുപോലെ തന്നെ വസ്ത്രനിർമ്മാണം, അതുപോലെ ഹോട്ടൽ ഫുഡ്, ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നവർ, പാക്കറ്റ് ഫുഡായാലും ടിൻ ഫുഡായാലും മറ്റ് അല്ലാത്ത ദൈനംദിന ജീവിതത്തിൽ ഒരു ഹോട്ടലായാലും ഒക്കെ നടത്തുന്നതിന് മേൽനോട്ടം വഹിക്കുന്നവരും അവിടെ ജോലി ചെയ്യുന്നവർക്കും
ഒക്കെ അങ്ങനെ അനവധിയായ ആൾക്കാർക്ക് കൂടുതൽ അഭിവൃദ്ധികൾ വിദ്യാരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതം. ശുക്രൻ്റെ മുക്കാൽ ദൃഷ്ടി ദാമ്പത്യ ഭാവത്തിലേക്ക് കൂടി ഉണ്ട്. അപ്പോൾ ദാമ്പത്യ സുഖങ്ങൾ വന്നുചേരുകയും ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ ഈ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ ചിത്ര 3-ാം പാദവും 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം. തൊഴിൽ തടസ്സമോ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ വിവാഹ പൊരുത്തമായാലും വിവാഹ തടസ്സമായാലും ഒക്കെ നോക്കുന്നതിന് അവസരമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.